ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ. ഞാനിവിടെ പറയുന്നത് മകീരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. മകീരം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ശാന്ത സ്വഭാവമുള്ളവരും ഈശ്വരവിശ്വാസികളും വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ഉയർച്ച താഴ്ചകൾ പലപ്പോഴായിട്ട് കാണുന്ന ഈ നക്ഷത്രക്കാരിൽ താൻ അനുഭവിച്ചതായ വിഷമതകളെ ആരോടും തന്നെ പറയാതെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് പരിശ്രമിച്ച് ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്നവരാണ്. ഇടവം രാശിയിൽ 30 നാഴികയും മിഥുനം രാശിയിൽ 30 നാഴികയും കൂടിച്ചേരുന്ന ദേവഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ മകീരം നക്ഷത്രം. അതിൽ ഇടവം രാശിയിൽ ജനിച്ച മകീരം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ഫെബ്രുവരി മാസത്തിൽ സന്തോഷവും സമാധാനവും കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. പൊതുവേ ആരോഗ്യപരമായിട്ടും ദൈനംദിന ജീവിതത്തിലും അഭിവൃദ്ധി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഇനി തൊഴിൽ മേഖലകളിലാണെങ്കിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്ന സമയം കൂടിയാണ്. ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്ന ശനീശ്വരൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും കർമ്മസ്ഥാനത്താണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയുടെ അനുകൂല സ്ഥിതിയും മൂലം സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ മേഖലകളിൽ പുതിയ ആശയങ്ങൾ തോന്നുകയും അതുമൂലം കർമ്മ മേഖലകളിലെ പരിവർത്തനങ്ങൾ കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത അതുമൂലം മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിലും 5-ാം ഭാവനാഥനും വിദ്യാമാതുലകാരകനുമായിരിക്കുന്നതായ ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നതും ജ്ഞാനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീനശക്തി മൂലവും വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠന വിഷയത്തിൽ നല്ല മികവ് പുലർത്തുവാനും കഴിയും. പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്ക് പങ്കെടുക്കുന്നവർക്ക് വിജയസാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് മനസ്സന്തോഷത്തിനും ജീവിത പുരോഗതിക്കും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. കൂടാതെ ധനസന്താനകാരകനും ലാഭാധിപനുമായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയും ലാഭസ്ഥാനത്താണെങ്കിൽ ശനീശ്വരൻ്റേതായ സ്വാധീനശക്തിയും മൂലം ധനപരമായിട്ടും നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂല സമയമാണ്. ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, സുഖസ്ഥാനത്ത് കേതുവിൻ്റേതായ സാന്നിധ്യം കേതു നിൽക്കുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായ ടെൻഷൻ മൂലം പെട്ടെന്ന് വരുന്നതായിട്ടുള്ള ദേഷ്യഭാവത്തെയും കോപശീലത്തെയും നിയന്ത്രിച്ച് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ മകീരം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിലെ ഭഗവാന് പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും രുദ്രധാര ചെയ്യുന്നതും ഉമാമഹേശ്വര പൂജ ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. മിഥുനം രാശിയിൽ ജനിച്ച മകീരം നക്ഷത്രക്കാർക്കാണെങ്കിൽ കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ഫെബ്രുവരി മാസത്തിൽ
ഭാഗ്യസ്ഥാനത്ത് സൂര്യൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും രാഹുവിൻ്റെയും എല്ലാം സ്വാധീന ശക്തി നിലനിൽക്കുന്നത് കൊണ്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ ഫെബ്രുവരി മാസം 3-ാം തീയതി മുതൽ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും ജന്മരാശിയിലാണെങ്കിൽ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയും സ്വാധീന ശക്തിയും ഉള്ളതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടെല്ലാം നല്ല ഗുണാനുഭവങ്ങൾ കാണുന്ന സമയമാണ്. തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴും കർമാധിപതിയും നിവൃത്തിനാഥനുമായിരിക്കുന്നതായ വ്യാഴമാണെങ്കിൽ ജന്മരാശിയിൽ നിൽക്കുന്നതും ഭാഗ്യസ്ഥാനത്താണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് കർമ്മപരമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ. അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും അഷ്ടമാധിപനായിരിക്കുന്നതായ ശനീശ്വരൻ്റെ സാന്നിധ്യം 10ാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്തുള്ളതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കൂടാതെ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ സന്താനഭാവങ്ങളിലാണെങ്കിലും വളരെ നല്ലൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ച മകീരം നക്ഷത്രക്കാർ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശിവക്ഷേത്രത്തിലെ ഭഗവാന് പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ നല്ലതാണ്.